നമസ്കാരം. തെക്കൻ ഗാസയിൽ ബോംബാക്രമണം കടുപ്പിച്ച ഇസ്രായേൽ വീണ്ടും ആളുകളെ ഒഴിപ്പിക്കുന്നു. ഖാൻ യൂനിസിലും റഫയിലും ഉള്ളവർ പ്രയോജനപ്പെടുത്തിയിരുന്ന യൂറോപ്യൻ ഗാസ ഹോസ്പിറ്റൽ ഉൾപ്പെടെ കേന്ദ്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് 2.5 ലക്ഷം പലസ്തീൻകാരോട് ഇസ്രായേൽ ആവശ്യപ്പെട്ടത്. ഖാൻ യൂനിസിന് സമീപം അൽ ഖരാര, ബാനി സുഹൈല പ്രദേശങ്ങളിൽ നിന്ന് പലായനം തുടങ്ങി. തെക്കൻ ഗാസയിലെ ഇപ്പോഴത്തെ നടപടികളോടെ യുദ്ധത്തിന്റെ രൂക്ഷഘട്ടം അവസാനിക്കുകയാണെന്നും ഹമാസ് വീണ്ടും സംഘടിക്കുന്നത് ഒഴിവാക്കാനുള്ള പോരാട്ടത്തിലേക്ക് മാത്രമായി സൈനിക നീക്കം ഒതുങ്ങുമെന്നും ഇസ്രായേൽ പറയുന്നു. ഹമാസിന്റെ ആയുധക്ഷമതയും പോരാട്ടശേഷിയും തകർക്കാനായെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അവകാശവാദം. എന്നാൽ ഇനിയും വർഷങ്ങളോളം യുദ്ധം ചെയ്യാനാകുമെന്ന് ഹമാസ് പറയുന്നു. ഗാസ സിറ്റിയിൽ പട്ടാള ടാങ്കുകളുടെ ഷെല്ലാക്രമണത്തിൽ 17 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഗാസയിൽ 27 പലസ്തീൻകാർ 24 മണിക്കൂറിൽ കൊല്ലപ്പെട്ടെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 81 പേർക്ക് പരുക്കേറ്റു. 9 മാസം പിന്നിട്ട യുദ്ധത്തിൽ ഇതുവരെ 37,925 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. US, UK, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട 4 കപ്പലുകൾ ആക്രമിച്ചതായി യമനിലെ ഹൂതികൾ പറഞ്ഞു. ചെങ്കടലിലും അറബിക്കടലിലും മെഡിറ്ററേനിയൻ കടലിലുമാണ് ആക്രമണം നടത്തിയത്. ഇതിനിടെ ഗാസ യുദ്ധത്തിന് കാരണമായ ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെയും പരുക്കേറ്റവരുടെയും ബന്ധുക്കൾ $400 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഇറാനും സിറിയയ്ക്കും ഉത്തര കൊറിയയ്ക്കുമെതിരെ US കോടതിയിൽ കേസ് കൊടുത്തു. അതേസമയം ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽ ഷിഫയുടെ ഡയറക്ടർ മുഹമ്മദ് അബു സൽമിയ അടക്കം 55 പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചിരുന്നു. വിചാരണയോ കുറ്റപത്രമോ ഇല്ലാതെ 7 മാസം തടവിൽ വെച്ച ശേഷമാണ് വിട്ടയച്ചത്. ഹമാസ് താവളമായി അൽ ഷിഫ ആശുപത്രി ഉപയോഗിച്ചെന്നാരോപിച്ചായിരുന്നു ഡോക്ടർ സാൽമിയയെ സൈന്യം അറസ്റ്റ് ചെയ്തത്. തടവിൽ ക്രൂരമായ പീഡനമേറ്റതായി മോചിതരായവർ പറഞ്ഞു. ഇസ്രായേലിലെ ജയിലിൽ പലസ്തീൻ തടവുകാരുടെ എണ്ണം കൂടിയതോടെ സ്ഥലമില്ലാത്തത് മൂലമാണ് മോചനമെന്നാണ് ലഭ്യമായ സൂചന. ഡോക്ടർ സൽമിയ അടക്കമുള്ളവർക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ തെളിയിക്കാനും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. തടവിൽ രാവും പകലും പീഡനങ്ങൾക്കിരയായെന്ന് ഡോക്ടർ സൽമിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജയിൽ ഗാർഡുമാർ തന്റെ വിരലുകൾ ഒടിച്ചു, ലാത്തി വെച്ച് അടിച്ച് തല പൊട്ടിച്ചു, നായ്ക്കളെ കൊണ്ട് കടിപ്പിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. നവംബറിലാണ് ഇസ്രായേൽ സൈന്യം അൽ ഷിഫ ആശുപത്രി സമുച്ചയം ആക്രമിച്ചത്. ഐക്യരാഷ്ട്ര സംഘടന ഏജൻസിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ നിന്ന് ഒഴിപ്പിച്ച രോഗികളുമായി പോകുമ്പോൾ നവംബർ 22-ന് ഡോക്ടർ സൽമിയ അറസ്റ്റിലായി. അതേസമയം തെക്കൻ ഗാസയിലെ റഫയിലും മധ്യ ഗാസയിലെ ഷുജയയിലും ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിൽ രൂക്ഷമായ തെരുവ് യുദ്ധം തുടരുകയാണ്. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ 5 കുടിയേറ്റ മേഖലകൾ നിയമവിധേയമാക്കാൻ ഇസ്രായേൽ സർക്കാർ തീരുമാനിച്ചതിനെതിരായ പലസ്തീൻ പ്രതിഷേധവും ശക്തമായിട്ടുണ്ട്. തെക്കൻ ഗാസയിൽ നിന്ന് പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഇസ്രായേൽ അതിർത്തി മേഖലകളിലേക്ക് 20-ലേറെ റോക്കറ്റുകൾ തൊടുത്തു. തിരിച്ചടിയായി ഖാൻ യൂനിസിൽ ആക്രമണമുണ്ടാകുമെന്ന് ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹിസ്ബുല്ലയുമായി സംഘർഷമുള്ള ലെബനൻ അതിർത്തിയോട് ചേർന്ന അധിനിവേശ ഗോലാൻ കുന്നിൽ ഡ്രോൺ ആക്രമണത്തിൽ 18 ഇസ്രായേൽ സൈനികർക്ക് പരുക്കേറ്റു. അതിനിടെ യൂറോപ്പിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ US സൈന്യം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. ആക്രമണ ഭീഷണി ശക്തമായതാണ് കാരണം.